സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഇതെന്തു പറ്റി? പൊതുവെ മനക്കരുത്തുള്ളവരെന്ന് കരുതിയ പോലീസുകാർ പോലും മനോവിഷമത്തിൽ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഒടുവിൽ ആത്മഹത്യ ചെയ്തത്. കൊല്ലം ചടയമംഗലം സ്വദേശി ബിനുവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ വിഷയം നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴായി സ്പോട്ട് ലൈവ് അടക്കം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തെ പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കണക്കുകളടക്കം ഈ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. 75-ലധികം പോലീസുകാരാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം ജീവനൊടുക്കിയത്. കഴിഞ്ഞ ആഴ്ചയും ഒരു പോലീസുകാരൻ തൂങ്ങി മരിച്ചൊരു സംഭവം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിനോദ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും ഈ ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും ഒക്കെ കാരണമായി പറയുന്നത്. ഈ ബിനു എന്ന സിവിൽ പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ടോം, 35 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ബിനു വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഈ സാമ്പത്തിക പ്രയാസം തന്നെയാണ് ഇവിടെയും കാരണമായി പറയുന്നത്. അദ്ദേഹത്തിൻ്റെത് ഇപ്പോഴത്തെ പുനർവിവാഹമാണ്. ആദ്യ വിവാഹത്തിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ വസ്തു വാങ്ങുകയും അതിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയും ചെയ്തു. പിന്നീട് ആ ബന്ധം വേർപിരിഞ്ഞു. രണ്ടാമത് വീണ്ടും വിവാഹിതനാവുകയായിരുന്നു. ഈ ആദ്യത്തെ ബന്ധത്തിൽ ഇങ്ങനെ ഈ ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെ നടത്തിയതിൽ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നുണ്ട്. രണ്ടാമത്തെ വിവാഹം അത് ഒപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവായ പെൺകുട്ടിയെയാണ് വിവാഹം ചെയ്തത്. ട്യൂഷൻ അധ്യാപികയായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയാണ്. ഇതിനിടയിലാണ് ഈ സാമ്പത്തിക ഞെരുക്കം, അതായത് ശമ്പളം പോലും വരുമ്പോൾ വലിയ തുക അതിങ്ങനെ ഈ നേരത്തെയുള്ള വായ്പയുടെയൊക്കെയും ബാധ്യതയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുന്ന തുക വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്ന വിവരമൊക്കെയുമാണ് പുറത്തു വരുന്നത്. പുതിയ വീടുണ്ട്. ഈ വീടിനോട് ചേർന്ന് തന്നെ പഴയ വീട് ചടയമംഗലത്താണ്. ചടയമംഗലം സ്വദേശിയാണ്. പഴയ വീടിനുള്ളിലെ ഫാനിലാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 41 വയസ്സുകാരനാണ് ബിനു. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രധാനമായും കുടുംബ പ്രശ്നങ്ങളും ഈ സാമ്പത്തിക ബാധ്യതയും നേരത്തെ ഉണ്ടായിരുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രമേഹം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട്. പൊതുവിൽ അദ്ദേഹം അങ്ങനെ മാനസികമായി തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചതെന്ന ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുമുള്ളത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരുങ്ങിയ വർഷങ്ങൾ 5 വർഷങ്ങൾക്ക് ഇടയ്ക്കിടെ തന്നെ 75ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം. അത് പല കാരണങ്ങളുണ്ട്, ജോലിഭാരം ഉൾപ്പെടെ. ഇങ്ങനെ ഈ സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ മാനസിക സംഘർഷമോ ആരോഗ്യ പ്രശ്നമോ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി DGPയുടെ ഭാഗത്തുനിന്ന്, അത് ഈ ഇപ്പോഴത്തെ DGP മാത്രമല്ല, ലോക്നാഥ് ബെഹ്റയുടെ സമയം മുതൽ തന്നെ കാര്യക്ഷമമായി തന്നെ ഈ യോഗ പരിശീലിക്കുന്നത് ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങൾ അത് ഒഴിവാക്കുന്നതിന് ചിട്ടയായ ജീവിത മാർഗങ്ങൾ അത് പോലീസുകാർ അവലംബിക്കുന്നത് സംബന്ധിച്ച് അവർക്ക് ക്ലാസുകൾ നൽകുകയും ആ രീതിയിലേക്ക് അവരുടെ ജീവിത സാഹചര്യം മാറ്റുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പല സമയത്തായി ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഈ ജീവിതശൈലി രോഗങ്ങൾ, ഇദ്ദേഹത്തിന്റെ കാര്യം, ബിനുവിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴും രോഗം ഇവിടെ ഒരു ഘടകം തന്നെയാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ രോഗം കൂടി ഉണ്ടെങ്കിൽ ആള് ആകെ തീർച്ചയായും. കാരണം അത്തരം ഒരു സംഭവം ഈ പോലീസുകാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടിയപ്പോഴാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ യോഗ അടക്കമുള്ള കാര്യങ്ങൾ പരിശീലിക്കണം, വ്യായാമം കൃത്യമായി വേണം, അങ്ങനെയുള്ള ഈ പ്രത്യേക കൗൺസിലിംഗ് അടക്കം ഈ പോലീസുകാർക്ക് നൽകാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായത്. പക്ഷെ അതൊക്കെ ഫലപ്രദമായോ എന്നത് ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ബിനുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ആരോഗ്യവും അതോടൊപ്പം ഈ സാമ്പത്തിക ബാധ്യതയൊക്കെയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. അത് ബന്ധുക്കളാണോ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറയുന്നത്, അതോ മറ്റേ ആത്മഹത്യക്കുറിപ്പോ മറ്റോ എന്തെങ്കിലും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ ഈ മരണത്തിൽ വിനോദ്? നമുക്കിപ്പോൾ പ്രദേശവാസികളായ ആളുകളിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ നിന്നും അടക്കമാണ് വിവരങ്ങൾ ഈ തരത്തിൽ ലഭിക്കുന്നത്. ചില സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു.
അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ വലിയൊരു ശതമാനം തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പോയിരുന്നു. ചെറിയ തുകയാണ് ജീവിത ചെലവുകൾക്കായി ലഭിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ, നേരത്തെ തന്നെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, അത് തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അലട്ടിയിരുന്നു. ഇതിനു പുറമെയാണ് പ്രമേഹം ഉൾപ്പെടെ രോഗവും ബാധിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഈ അടുത്തിടെ കുടുംബവുമായി യാത്ര പോവുകയും വളരെ സമാധാനത്തോടുകൂടി വരികയും ചെയ്തതാണെന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ സാഹചര്യങ്ങൾ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ 35 വയസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ തൂങ്ങി മരിച്ചത്. അതും പുതിയ വീട് വെച്ചതിന്റെ പേരിലുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ്. പക്ഷേ പോലീസ് ഹൌസിംഗ് കോർപ്പറേഷൻ സൊസൈറ്റി ഉൾപ്പെടെ പോലീസിനകത്ത് തന്നെയുള്ള സംവിധാനങ്ങളുണ്ട്. പോലീസുകാർക്ക് ചെറിയ പലിശയ്ക്ക് തന്നെ അവർക്ക് ഭവന വായ്പ ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മറ്റ് ജീവനക്കാരെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടി സംരക്ഷണമുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യത്തിൽ ഈ വായ്പ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നില പൊതുവിൽ സേനാംഗങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെയും ഈ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മാനസികമായി അവർ തകർന്നു പോകുന്ന സാഹചര്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ അലട്ടുമ്പോൾ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, അത് വരുമ്പോൾ മനോനിലയെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. അവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ കേൾക്കാനും അവർക്ക് വ്യായാമം, പ്രത്യേകിച്ച് യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം കൌൺസലിങ്ങിനുള്ള സാഹചര്യം, മേലുദ്യോഗസ്ഥർ കൃത്യമായി ഇവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയത്. പക്ഷേ നമുക്കറിയാം പോലീസിന്റെ ജോലിഭാരം ഒരു വശത്ത് അങ്ങനെ തന്നെയുണ്ട്. ഈ 55,000-ഓളം വരുന്ന സേനാംഗങ്ങൾ, ഇത് പൂർണ്ണമായും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യോഗ നൽകണം. മാത്രവുമല്ല ബന്ധുക്കളുടെ ഈ വിവാഹ വാർഷിക ദിനം പോലുള്ള കാര്യങ്ങൾ, ബർത്ത്ഡേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായി അവർക്ക് അവധി അനുവദിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ പാലിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥർ പല അതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? കാരണം വിനോദ് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, ഈ രീതിയിൽ ഈ പോലീസുകാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടിയപ്പോഴാണ് ഇത്തരം പല നിർദ്ദേശങ്ങളും മേലുദ്യോഗസ്ഥരടക്കം നൽകിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ബിനു, അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്ത യുവാവ്, ഇവരൊക്കെ ഈ ജീവനെടുക്കാനുള്ള കാരണം എന്താണെന്ന് വീണ്ടും ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമല്ലേ? കാരണം നമുക്കറിയാം ഇത്തരം ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിക്കുമ്പോഴും അവർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മേലുദ്യോഗസ്ഥർ തയ്യാറാകുന്നുണ്ട്. അവരുടെ ജോലി സമ്മർദ്ദം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയല്ലേ? കാരണം എല്ലാവരുടെയും വ്യക്തിജീവിതത്തിൽ ഇത്തരം വിഷയങ്ങളും പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ രീതിയിൽ ഒരു പരിഹരിക്കാനാകാത്ത വിധം ഒരു വിഷയം പോലീസുകാർക്കിടയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവർ ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമില്ല എന്ന ഒരു ബോധ്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ പോലീസുകാർ ഈ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, ജീവനെടുക്കുന്നു. ഇത് കാര്യമായി തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമല്ലേ? ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇവരുടെ തൊഴിൽ മേഖലയിലടക്കം ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും ടോം, ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയോ, പോലീസിനേക്കാൾ പ്രതിസന്ധി നേരിടുന്ന സർക്കാർ വിഭാഗങ്ങളോ കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ പലവിധ സ്ഥാപനങ്ങൾ, അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ഒരുപക്ഷെ ലാഭത്തിലായതോ അല്ലെങ്കിൽ പല കാലങ്ങൾ കൊണ്ട് ലാഭത്തിലാകാതെ ഇപ്പോഴും പ്രതിസന്ധിയിൽ പോകുന്നതോ അവിടെ ഇപ്പോഴും തുടരുന്നതോ ആയ ആളുകളുണ്ട്. ഒരുപക്ഷെ അവരെക്കാൾ മനോബലം കാണിക്കേണ്ട അല്ലെങ്കിൽ ഈ ആത്മഹത്യയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കേണ്ട, ഏത് സാഹചര്യത്തെയും മാനസികമായി തയ്യാറെടുത്ത് നേരിടേണ്ട ഒരു വിഭാഗമാണ് പോലീസ്. അവിടെയാണ് ഈ 75-ലധികം ആളുകളുടെ ആത്മഹത്യ എന്ന ഞെട്ടിക്കുന്ന കണക്ക് വരുന്നത്. ഇത് പലപ്പോഴും സാമ്പത്തികമുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ, അതിൽ നിന്ന് അതിജീവനം കിട്ടാതെ ആത്മഹത്യയിലേക്ക് പോകുന്നു. പലപ്പോഴും ഈ രോഗങ്ങൾ എന്നത് മാരകമായ രോഗങ്ങൾ ആയിരിക്കില്ല, സാധാരണ നിലയിൽ ആളുകൾക്കിടയിൽ കാണുന്ന രോഗങ്ങൾ. ഒരുപക്ഷെ അത് തന്നെ ഇവരുടെ മാനസികാവസ്ഥയെ തളർത്തുകയും ഇതോടൊപ്പം ഈ സാഹചര്യങ്ങൾക്ക് പുറമെ ജോലിഭാരം എന്ന വലിയൊരു വാൾ അതുകൂടി വന്നു വീഴുമ്പോൾ പൂർണ്ണമായും ഇവർ തകർന്നു പോകുന്ന നിലയിലേക്ക് പോകും. അവിടെയാണ് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത്. പലർക്കും രണ്ടാമതൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഇവർ ജീവിതത്തിൽ പതറിപ്പോവുകയും ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഏറ്റവും ഒടുവിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ 35 വയസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വീട് വെച്ചതിന്റെ ആ ബാധ്യതയുടെ പേരിൽ
ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോഴും ഈ ആത്മഹത്യയിലും ബിനുവിന്റെ ആത്മഹത്യയിലും നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം സാമ്പത്തിക ബാധ്യത തന്നെയാണ്. ആദ്യ വിവാഹത്തിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ ബാധ്യത ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം പ്രമേഹവും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പലവിധ കാര്യങ്ങൾ. മറ്റൊന്നാണ് ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ജീവിതശൈലി ചിട്ടയായ ജീവിതത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ അവിടെയും മാനസികമായ പ്രയാസം ഉണ്ടാവുകയും ഒരുപക്ഷെ ഈ രോഗങ്ങളെയൊക്കെയും അതിജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോവുകയും ഏറ്റവും ഒടുവിൽ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു നില. നേരത്തെ തന്നെ ഈ ജോലിഭാരം സംബന്ധിച്ച് വലിയ തോതിൽ, അതായത് 16-18 മണിക്കൂർ വരെ തുടർച്ചയായ ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ട നിലയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോയിരുന്നു. ബൂട്ട് കെട്ടാൻ, കാലിൽ പരിക്ക് ഉണ്ടായിട്ട് ബൂട്ടിടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആളില്ലാത്തതിന്റെ പേരിൽ സ്റ്റേഷനിലെത്തുകയും ഡ്യൂട്ടി നിർവഹിക്കേണ്ടിയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തുവിട്ടതാണ്, കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് പുറത്തുവിട്ടതാണ്. ആ നിലയ്ക്ക് പോലീസിലെ ജോലിഭാരം ഒരു വശത്തുണ്ട്, അത് വസ്തുതയാണ്. അത് ലഘൂകരിക്കുന്നതിന് വേണ്ടി DGPയുടെ അടക്കം ഭാഗത്തു നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും അതിന് ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നു. കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ടോ എന്നത് സംബന്ധിച്ച ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇപ്പോഴും ബ്രിട്ടീഷ് ഭരണകാലത്തെ പോലീസിംഗ് രീതിയും സംവിധാനവുമാണ് തുടരുന്നത്. എല്ലാ ഇടങ്ങളിലും കാലോചിതമായ മാറ്റമുണ്ടാകുമ്പോൾ, ഈ പരിഷ്കൃതമായ രീതിയിലേക്ക്, പുരോഗമനപരമായ രീതിയിലേക്ക് കാലം സഞ്ചരിക്കുമ്പോൾ വീണ്ടും നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ പിന്നിലുള്ള സംവിധാനവുമായി ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നത് എത്രമാത്രം ഭൂഷണമാണ്, ഉടച്ചു വാർക്കപ്പെടേണ്ടതുണ്ട്. ഏറ്റവും ശാസ്ത്രീയമായും ആ തരത്തിൽ കൂടുതൽ എളുപ്പമുള്ള രീതിയിൽ പോലീസിന്റെ പ്രവർത്തനങ്ങൾ വരേണ്ടതുണ്ട്. കുറ്റകൃത്യങ്ങൾ തടയുക എന്നാൽ അതിന്റെ നടപടികൾ കൂടുതൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള രീതിയിലൂടെ, കൂടുതൽ ശാസ്ത്രീയമായ രീതിയിലൂടെ കാര്യങ്ങൾ തെളിയിക്കുകയും കണ്ടെത്തുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്ന നിലയിലേക്ക് പോലീസിംഗ് മാറണം. അവിടെയാണ് പണ്ടത്തെ രീതിയിൽ ഒരു മഹസർ എഴുതുന്നതിൽ പോലും, വാക്കുകൾ പോലും, കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ എഴുതുന്ന വരികളിൽ പോലും എത്രയോ കാലം മുമ്പുള്ള ഭാഷാ ശൈലിയും പ്രയോഗവുമാണ് ഇപ്പോഴും പോലീസ് ഉപയോഗിക്കുന്നതെന്നത് ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ എഴുതി കോടതിയിൽ കൊടുക്കുന്ന രീതി പോലും ഇപ്പോഴും സേനയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടത്. ടോം, യെസ്, ഏറെ ഗൗരവമുള്ള വിഷയമാണ് വിനോദ് സൂചിപ്പിച്ചത്.